കൂട്ടുകാരിക്ക് വേണ്ടി അംഗത്തിന് ഇറങ്ങും മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോ. വർഷങ്ങളായി കൂടെ കഴിഞ്ഞ ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും ചതിച്ചവൾ അവള്. ചേർത്ത് പിടിച്ച് നടക്കുമ്പോ ഒന്ന് സൂക്ഷിച്ചോ. ചതി അതവളുടെ കൂടെ പിറപ്പാണെന്നുള്ള കാര്യം. പ്ലാമൂട്ടുകാരുടെ അഭിമാനത്തിന്റെ കാര്യമായതുകൊണ്ട് അക്കാര്യത്തിന് യാതൊരു പഞ്ഞവും കാണിക്കില്ല. അവളുടെ പുക കാണണോ അതോ നല്ല നാടൻ ചൂരൽ ഉപയോഗിച്ച് നല്ല പെട കൊടുത്തിട്ട് ആ കളക്ടർ കസേരയിൽ നിന്ന് ഇറങ്ങി ഓടിക്കോന്ന് പറയണോ? ചങ്കിനെ എടുത്ത് അകത്തിട്ട് എന്റെ പക ഉള്ളിലുള്ളതല്ലേ? പറ, എന്ത് ചെയ്യണം? പറഞ്ഞാ ചെയ്യുവോ? ഒന്നും നടക്കില്ല. ഷീസ് ഡിസ്ട്രിക്ട് കളക്ടർ, ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധി, അധികാരത്തിന് അധികാരവും ആളിന് ആളുള്ളവൾ. അവളെ എന്ത് ചെയ്ത് കാണിക്കാനാ? നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊന്നും അവളിലേക്ക് എത്താത്തതിന്റെ കാരണവും അവളിരിക്കുന്ന കസേരയാ. ആ സ്ഥാനത്ത് അവളിരിക്കുന്ന കാലത്തോളം അവളെ നമുക്കൊന്നും ചെയ്യാനാവില്ല. അതിന്ന് അവൾ ഇറങ്ങണം. അധികാര കസേരയുടെ പിൻബലം ഇല്ലാതെ വെറും ഒരു സാധാരണ സ്ത്രീയായി അവളെ നമുക്ക് മുന്നിലെത്തിക്കണം. പറ്റുമോ? പറ്റുമെങ്കിൽ പണം ഞാൻ ഇറക്കാം. പകരം എനിക്ക് അവളുടെ കണ്ണിൽ നിന്ന് രണ്ടിറ്റ് കണ്ണുനീർ വീഴ്ത്തിയാൽ മാത്രം മതി. ശാരദയുടെ രക്തോ അതങ്ങനെ ഇങ്ങനൊന്നും കരയുന്ന ടൈപ്പല്ല. അല്ലെങ്കിൽ പിന്നെ കണ്ണുനീരിന് പകരം കണ്ണിൽ നിന്ന് ചുടു രക്തം വീഴുന്ന പണി ചെയ്യണം. നോക്കട്ടെ ഏത് രീതിയിൽ അവക്കെതിരെ നീങ്ങാൻ പറ്റുമെന്ന്. ഡേവിസ് ഉറപ്പിച്ചോ, അവൾക്കെതിരെ ഒരു പണി വരും. അതൊരു ഒന്നൊന്നര പണിയായിരിക്കും, ഉറപ്പ്. സത്യമേ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ അഡ്വക്കേറ്റിനെ കാണുന്നത്? എടാ, ഇനി ആലോചിക്കാനൊന്നുമില്ല. എന്റെ മോനെ കൊന്ന ശാലിനി ശിക്ഷിക്കപ്പെടണം. അഡ്വക്കേറ്റ് അരുണം എടുക്കുക. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശിക്ഷ തന്നെ അവര് ശാലിനിക്ക് വാങ്ങിക്കൊടുക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കുക. എന്തും. അതാ ഇത് പിടിച്ചോ. നല്ല കുട്ടിയായിട്ട് ഇരിക്കണേ വാവേ. അമ്മയ്ക്കിന്ന് ഒരുപാട് ജോലി തിരക്കുള്ളതാ. നല്ല ചക്കര കുട്ടിയായിട്ടിരിക്കണേ. മോളെ ഞങ്ങള് നോക്കിക്കോളാം. അയ്യോ, വാ. എക്സ്ക്യൂസ് മീ, എന്നെ മനസ്സിലായോ സത്യഭാമ? മനസ്സിലായി സത്യമേ. ഇതെന്റെ മകന് രോഹിത്. ഞങ്ങള് വന്നത്. ഇരിക്കൂ, ഇരുന്ന് സംസാരിക്കാം. ഇരിക്കൂ. അതെന്റെ മകളാ. ഞാൻ വരുമ്പോഴേക്ക് കൊണ്ടുവരാറുണ്ട്. ഇനി വന്ന കാര്യം പറഞ്ഞോളൂ. ഞങ്ങള് വന്നത് ഞങ്ങളുടെ ഒരു കേസ് ഏൽപ്പിക്കാനാ. എതിർകക്ഷി മറ്റാരുമല്ല, എന്റെ മരുമകളായ കളക്ടർ ശാലിനിയാ. ശാലിനിയോ? അതെ, ശാലിനി തന്നെയാ. സമൂഹത്തിന് മുന്നിലും ചാനലുകാർക്ക് മുന്നിലും നല്ലവളാണെന്ന് സ്വയം നടിച്ച് ചതിയുടെ അങ്ങേയറ്റം വരെ എത്തി നിൽക്കുന്ന ഒരുവൾക്കെതിരെ, അവൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ ഒരുങ്ങി നിൽക്കുക ഞാനും എന്റെ കുടുംബവും. ഇവന്റെ ഭാര്യ ശ്യാമ ശാലിനിയുടെ സ്വന്തം അനിയത്തിയ. എന്നിട്ടും ശാലിനിക്കെതിരെ ശ്യാമ എന്റെ ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ അവളുടെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് മാറ്ററിലേക്ക് വരാം. എന്താണ് ഞാനിതിൽ ചെയ്യേണ്ടത്? എന്റെ മകനെ കൊന്ന് അവന്റെ ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത ശാലിനി എനിക്ക് അഴി എണ്ണിക്കണം. എന്റെ മകന്റെ ശരീരം പോലും അവൾ എന്നെ കാണിച്ചില്ല. എന്നിട്ടിപ്പോ എന്റെ മകന്റെ കുട്ടികളെ അവള് ബലാത്കാരമായി എന്റെ അടുത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുക. കുട്ടികളെ എനിക്ക് വിട്ടുകിട്ടണം. അതിപ്പോ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കുട്ടികൾ നിൽക്കുന്നത് കുട്ടികളുടെ അമ്മയുടെ അടുത്താ.
അച്ഛൻ ജീവിച്ചിരിക്കുന്നുമില്ല. ഇന്ത്യൻ നിയമപ്രകാരം കുട്ടികളുടെ ക്ഷേമമാണ് കോടതിക്ക് ഏറ്റവും പ്രാധാന്യം. വെൽഫെയർ ഓഫ് ദ ചൈൽഡ്. അങ്ങനെ നോക്കുമ്പോ അച്ഛന്റെ അമ്മയ്ക്ക് കുട്ടികളെ വിട്ടുകിട്ടാൻ പ്രയാസമാണ്. അപ്പോ എന്റെ മകനെ കൊന്നവളുടെ കൂടെ എന്റെ കൊച്ചുമക്കൾ വളരണമെന്നാണോ കോടതി പറയുന്നത്? ആ, മകനെ കൊന്ന കാര്യം തെളിവുകൾ നിരത്തി നമുക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞാലേ അതൊരു കൊലപാതകമാണെന്ന് കോടതിക്ക് ബോധ്യം വരൂ. അല്ലെങ്കിൽ അത് വെറും ഒരു ആരോപണം മാത്രമോ? ആർക്കെതിരെയും നമുക്ക് ആരോപണം ഉന്നയിക്കാമല്ലോ, പക്ഷെ അത് തെളിയിച്ചാലല്ലേ അതുകൊണ്ട് ഗുണമുണ്ടാവൂ. ഈ കേസുമായി മുന്നോട്ട് പോയാൽ വിജയിക്കാൻ സാധ്യത തീരെ കുറവാ. പിന്നെ ശാലിനി എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഏറ്റെടുക്കാൻ എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട്. ഓ, അപ്പോ അങ്ങനെ ഒരു ബന്ധത്തിന്റെ പുറത്താ വക്കീൽ എന്റെ കേസ് കേട്ടതല്ലേ? സത്യമേ, അപ്പൊ പിന്നെ യാതൊരു കാരണവശാലും വക്കീലിന്റെ അടുത്ത് നിന്ന് എനിക്കും എന്റെ കുടുംബത്തിനും നീതി കിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു അരുണ കൃഷ്ണമൂർത്തി മാത്രമല്ലല്ലോ വക്കീലിന്റെ കോട്ട് വിട്ട് നടക്കുന്നത്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എല്ലാവരും ശാലിനിയുടെ സുഹൃത്തുക്കളാവില്ലല്ലോ. അങ്ങനൊരു ബന്ധത്തിന്റെ പേരിലല്ല ഞാൻ ഈ കേസിനെ കണ്ടത്. അതിന്റെ പേരിൽ എന്നെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. കോടതി തീരുമാനമെടുക്കുമ്പോൾ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമത്തിനും സന്തോഷത്തിനും മുൻഗണന നൽകുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കുട്ടികളുടെ താല്പര്യം അവിടെയാണ് കേസിന്റെ വിജയവും. ഇവിടെ വേറെയും വക്കീലന്മാരുണ്ടല്ലോ, ഞാനൊന്ന് നോക്കട്ടെ. ഇനി നമ്മൾ കാണുന്നത് കോടതി വെച്ചായിരിക്കും. പിന്നെ കൂട്ടുകാരിക്ക് വേണ്ടി അംഗത്തിനിറങ്ങും മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോ. വർഷങ്ങളായി കൂടെ കഴിഞ്ഞ ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും ചതിച്ചവൾ അവള്. ചേർത്ത് പിടിച്ച് നടക്കുമ്പോ ഒന്ന് സൂക്ഷിച്ചോ. ചതി അതവളുടെ കൂടെ പിറപ്പാണെന്നുള്ള കാര്യം. വാടാ. മാഡം, വാശിയൊക്കെ കഴിഞ്ഞു. മിടുക്കിക്കുട്ടിയായിരിക്കുക. ഇവളല്ലെങ്കിൽ മറ്റൊരാള്. ശാലിനിയെ ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. എന്റെ വിഷ്ണുവിന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വേണം. നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റൂന്ന്.